തടഞ്ഞുവെച്ച ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് ഭേദഗതി, അബ്കാരി നിയമ ഭേദഗതി, തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടെ 5 ബില്ലുകൾക്കാണ് അംഗീകാരം നൽകിയത്. വി എ ഗിരീഷ് വിവരങ്ങൾ ചേർന്നു. ഗിരീഷ്, പെട്ടെന്ന് ഒപ്പിടാനുള്ള കാരണം എന്താണ്? ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലുകളിൽ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോര് നിലനിൽക്കുകയായിരുന്നു. മാത്രമല്ല, ഇടതുമുന്നണി ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ബില്ലാണ്. ഈ ബില്ല് ഒപ്പിടാത്തതിനെതിരെ ഇടുക്കിയിൽ നിന്നുൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാജ്ഭവന്റെ മുന്നിലുണ്ടായത്. ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് ഏതാവശ്യത്തിനാണോ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം ഈ ഭൂമിയിൽ കെട്ടിടങ്ങളോ മറ്റോ ഒന്നും നിർമ്മിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് നിയമത്തിലെ ചട്ടം. ഇതിനെ മാറ്റം വരുത്തുന്നതിന് സർക്കാരിന് അവകാശം നൽകുന്നതാണ് ഈ ഭൂപതിവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി. ഇത് ഒപ്പിട്ടില്ലെങ്കിൽ വയനാട്ടിലെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെയും ഒക്കെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ കഷ്ടത്തിലാകും എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണർക്കെതിരെയുള്ള സമരം. ഏതായാലും ഈ ബില്ലുകളിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. ഭൂപതിവ് നിയമ ഭേദഗതി, നെൽവയൽ തണ്ണീർത്തട നിയമ ഭേദഗതി, ക്ഷീര സഹകരണ ബിൽ, അതോടൊപ്പം തന്നെ സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ 5 ബില്ലുകൾക്കാണ് ഗവർണർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഗവർണർ ഇതിന് അനുമതി നൽകുന്നു എന്നുള്ളതാണ് ഹാഷ്മി. ഓക്കെ, വി എ ഗിരീഷാണ്. ഭൂപതിവ് ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിട്ടത്. വലിയ രാഷ്ട്രീയ ആരോപണ പ്രചാരണം ഉണ്ടായതാണ്. ഒപ്പിടില്ല എന്ന നിലപാട് ഉറച്ചു വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒപ്പിടുകയാണ് ഗവർണർ.